to MyG Future and Maruti Suzuki presents Big Boss Malayalam Season 7 co-presented by Berger Paints, Healthy Grosakayam, Ujala Young and Fresh Fabric Conditioner and Regal Jewelers. നമ്മൾ ഈ സീസണിൻ്റെ പകുതിയോളം എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും വീട്ടിലുള്ളവർ ഒരേ തരത്തിലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയിലും ഞാനിവിടെ വരുന്നു, അവരെ വഴക്ക് പറയുന്നു, പോകുന്നു. വീണ്ടും അടുത്ത ആഴ്ച അതേപോലെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ വരുന്നു, വഴക്ക് പറയുന്നു, പോകുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ അവരെ ഒന്ന് കളിപ്പിക്കാൻ പോവുകയാണ്, ഒന്ന് മാറ്റിപ്പിടിക്കാം. അതിനു മുൻപ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങൾ നമുക്ക് കണ്ടുനോക്കാം. ജിഷിൻ അഭിനന്ദനം ചെയ്യപ്പെട്ടവർ ഷിയാസ് കരീമിന് അസാന്നിധ്യത്തിൽ തരാൻ സൗകര്യമില്ല. 48-ാം ദിവസം രാവിലെ 11 മണി. ശ്രദ്ധിക്കുക, ഷാനവാസിന്റെയും റെനയുടെയും ജയിൽ വസ്ത്രങ്ങൾ. മഹാന്മാര് കടന്ന ജയിലായതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. പ്രേമലേഖനം, ഇത് നിങ്ങളുടെ ജയിൽ ടാസ്ക്. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ ലാലേട്ടന് വേണ്ടി 2 പേരും 100 പ്രണയലേഖനങ്ങൾ വീതം എഴുതുക. കത്ത് അലങ്കരിക്കുന്നതിനായി നിങ്ങൾക്ക് കുറച്ച് സ്റ്റിക്കറുകളും നൽകും. വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ 2 പേർ എഴുതിയ കത്തുകളിൽ നിന്നും ഓരോ കത്ത് വീതം വായിക്കുന്നതായിരിക്കും. പിന്നെ ഷാനവാസ്കി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. വായിക്കല്ലോ. ഉച്ചയ്ക്ക് 2:05. ആരും എടുക്കരുത്, വെജ് എല്ലാരും വാ. വെജ് ഇഷ്ടംപോലെ ബിരിയാണി ചിക്കൻ കറി പീസ് വലിയ പീസാണ്. ഇത് കിട്ടിയതാണോ പറയുന്നത്? വൈകിട്ട് 3:35. ശ്രദ്ധിക്കുക, ഷാനവാസിന്റെയും റെനയുടെയും ജയിൽവാസത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ക്യാപ്റ്റൻ ഇരുവരെയും മോചിപ്പിക്കുക. വൈകിട്ട് 4:30. കഴിഞ്ഞ ആഴ്ചയിലെ മികച്ച മത്സരാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഒനീലിനും ജിസേലിനും ആദിലയ്ക്കുമുള്ള റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് കോയിനുകളാണ് ഇവ. ഇപ്പോൾ തന്നെ ജ്വല്ലറി യൂണിറ്റിലെ നിങ്ങളുടെ പേരിലുള്ള ഷെൽഫ് തുറന്ന് കോയിൻ പിഗ്ഗി ബാഗിൽ സൂക്ഷിക്കാവുന്നതാണ്. കൺഗ്രാറ്റ്സ്, വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്. എടുക്ക് 100 എടുക്കടി. ബിഗ് ബോസ് എന്റെ കിട്ടിട്ടോ. അടിപൊളി. 48-ാം ദിവസം അർദ്ധരാത്രി 12:30. അവരാരും ലക്ഷ്മിനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തല്ലോ. അപ്പൊ ഞങ്ങള് ഷാനവാസിനെ ഒറ്റപ്പെടുത്തണോ? അയാളൊരു ഞാനും ആലോചിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു, അത് പ്രൂവ് ചെയ്യട്ടെ, ബാക്കിയുള്ള ബിഹേവിയർ അപ്പൊ നോക്കാം. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചില്ലേ ലക്ഷ്മി, അതിന്റെ പേരില് അവളെ വീട്ടിൽ കേട്ടില്ലാന്ന് പറഞ്ഞില്ലേ? അപ്പൊ തന്നെ എല്ലാവരും എണീറ്റിട്ട് ഇവിടെ ഇറക്കി വിട്, ഇവിടെ നിർത്തരുത്, പറഞ്ഞു വിട് എല്ലാവരും പറഞ്ഞ സമയത്തൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ അറിയുമോ, ഇനി അഥവാ അവളിവിടെ ഉണ്ടെങ്കിലും മീൻസ് എങ്ങനെ അവൾ പിടിച്ചു നിൽക്കൂടെ എന്ന് ഞാൻ വിചാരിച്ചു മനസ്സിൽ. മിണ്ടൂല, എല്ലാവരും ഫുൾ ടൈം അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ
വൈകുന്നേരം ഇപ്പം അവിടുത്തെ പോയി മിണ്ടുന്നു, സംസാരിക്കുന്നു. അപ്പൊ ഇവരൊക്കെ എന്താ ആക്ട് ചെയ്യുന്നതാണോ? അതാണ് അപ്പൊ ശരിക്കും acting. ഇവർക്കിപ്പോ വേണ്ടത് ഷാനവാസ് ഖാൻ ഒറ്റപ്പെടുത്തണം. അങ്ങനെ കാണിക്കാൻ അക്ബറിന് ഓൾറെഡി ഷാനവാസ് ഖാനോട് നല്ല പ്രശ്നമുണ്ട്. അതിന് ഓൾറെഡി ഇപ്പൊ നമ്മളോട് മുന്നേ തൊട്ടേ ഉണ്ട്, ഇപ്പൊ നമ്മളോടും ഉണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇരിക്കാം. എല്ലാവരും സുഖമായിരിക്കുന്നു? അക്ബർ, എന്ത് പറ്റി അക്ബർ? ക്യാപ്റ്റൻ ആകാൻ പറ്റാത്തതിൽ ഒരു സങ്കടമുണ്ടോ? ഇവിടെ വരുമ്പോൾ നമുക്ക് ക്യാപ്റ്റൻ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വൈൽഡ് കാർഡ് വന്ന വലിയ പണിയിൽ ഇപ്പോൾ നമുക്ക് ക്യാപ്റ്റൻ ആവാൻ വലിയ പണിയായിപ്പോ അല്ലേ? വലിയ പണിയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യായിരിക്കും. ഇരിക്കും അനീഷിന് എന്താ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? വൈൽഡ് കാർഡുകൾ ഒരു 7ന്റെ പണി തന്നിരുന്നു, എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഈ സീസൺ മുഴുവൻ എനിക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ കഠിന പരിശ്രമം ഇട്ടിരുന്നു. പക്ഷേ വീണ്ടും അവർ പാർഷ്വാലിറ്റി കാണിച്ച്, പ്രത്യേകിച്ച് ലക്ഷ്മി പാർഷ്വാലിറ്റി കാണിച്ച് എനിക്ക് കിട്ടേണ്ട സ്റ്റാർസ് എനിക്ക് തന്നില്ല എന്നുള്ളൊരു അഭിപ്രായം. അല്ലല്ല, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കഠിന പരിശ്രമം, അങ്ങനെയാണല്ലോ, ഒരു കഠിന പരിശ്രമം നടത്തിയാൽ നമുക്ക് അവസാനം അതിലൊരു വിജയം കണ്ടെത്താൻ പറ്റും. അത് നല്ല മനസ്സോടെ നന്നായിട്ട് പ്രയത്നിച്ചാൽ. അപ്പോൾ അങ്ങനെ പ്രയത്നിക്കാൻ തയ്യാറാണോ? അത് തീർച്ചയായിട്ടും തയ്യാറാണ്. അതിപ്പോൾ ഈ അനീഷിന് നോമിനേഷൻ പവർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ? 3 പേര് ഇരിക്കും. അനീഷ് 3 പേരുണ്ട്, പറ്റിയ കാര്യം. ഇരിക്കാം. 3 എത്രയായി? 4ആയോ? അതുപോലെ അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 2 പേർക്കും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും ചുമ്മാ തരാൻ പറ്റില്ല, ഞങ്ങളൊരു ടാസ്ക് തരാം. അതിൽ ജയിക്കുന്ന ആൾക്ക് അത് കിട്ടും. ഇപ്പോൾ അക്ബർ ജയിച്ചാൽ അക്ബറിന് ക്യാപ്റ്റൻസി അതിലേക്ക് മത്സരിക്കാം. അതുപോലെ അനീഷ് ജയിച്ചാൽ അനീഷിന് നോമിനേഷൻ പവറും കിട്ടും. അപ്പോൾ അനീഷിനും അക്ബറിനുള്ള ടാസ്ക്കാണ് ഓർമ്മ ശബ്ദങ്ങൾ. ഇത് അനീഷിനും അക്ബറിനും വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾ നൽകിയ വലിയ പണിയിൽ നിന്നും മോചനം നേടാൻ അവസരമൊരുക്കുന്ന ടാസ്ക് ഉണ്ടായിരിക്കും. 15 വിവിധ ശബ്ദങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഇരുവരെയും കേൾപ്പിക്കും. എല്ലാ ടാസ്കിനും മുൻപായി നിങ്ങൾക്ക് മനസ്സിലാക്കാനായി എല്ലാ ചിത്രങ്ങളും പ്ലാസ്മ TV. അക്ബർ, അനീഷ്, ആദ്യം TV ശ്രദ്ധിച്ചു കാണൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാനായി ചിത്രങ്ങളും ശബ്ദവും ഇപ്പോൾ പ്ലാസ്മ TVയിൽ കാണാം. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും നീ പോടാ മോനെ ദിനേശ. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഒന്നാമത് ഇരുത്തിയിട്ട് പണിപ്പുര പോയിട്ട് എനിക്കോ ഡ്രസ്സ് വേണ്ട, 100 ദിവസം എത്ര ദിവസം കിടച്ച് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കൂടെ. ഇതാണ് ശബ്ദങ്ങളും ചിത്രങ്ങളും. ഇനി മറ്റൊരു ക്രമത്തിൽ ശബ്ദങ്ങൾ മാത്രം കേൾപ്പിക്കും. ആ ശബ്ദങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ കേട്ട അതേ ക്രമത്തിൽ ബോർഡിൽ ഒട്ടിക്കുക എന്നതാണ് ടാസ്ക്. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും നീ പോടാ മോനെ ദിനേശ. ഒന്നാമത് ഇരുത്തിയിട്ട് പണിപ്പുര പോയിട്ട് എനിക്കോ ഡ്രസ്സ് വേണ്ട, 100 ദിവസം എത്ര ദിവസം കിടച്ച് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കൂടെ. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു.
ചെയ്യാൻ പറ്റുമോ? ബസറിന് ശേഷമുള്ളത് കണക്കാക്കപ്പെടില്ല. സോറി, ഇനി ആരാണ് കൃത്യമായി വെച്ചത് എന്ന് നോക്കൂ. കൃത്യമൊന്നുമല്ല. മുഴുവൻ കൃത്യമല്ലെങ്കിലും വെച്ചതിൽ കൂടുതൽ കൃത്യത ആർക്കാണെന്ന് നോക്കൂ. ഓക്കെ, ബിഗ് ബോസ് കറക്റ്റ് പ്ലേസിലാണ്. പിന്നെ ഉള്ളത് അനീഷിൻ്റെത് 2 എണ്ണം മാത്രമേ ഒരു കറക്റ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അനീഷ്, അത് സംഭവിച്ചത് എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ആ ഒരു ഇത് വന്നതിന് ശേഷം പെട്ടെന്ന് ഞാനൊന്ന് ഇങ്ങനെ അപ്പം തന്നെ വെക്കണമെന്ന് വിചാരിച്ചു പോയി. അപ്പം എൻ്റെ മൈൻഡ് പോയി, അതാണ് ഉണ്ടായത്. എന്തായാലും തോറ്റു, കുഴപ്പമൊന്നുമില്ല. അക്ബർ ജയിച്ചു. എന്താണ് ഇതിന്റെ സംഭവം ഞാൻ പറയാം. ഇത് ഭയങ്കരമായിട്ട് തല ചൂട് പിടിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും, ആവശ്യമില്ലാതെ. പിന്നെ ഫുൾ ദേഷ്യമല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല. ഇത് ഒരു ടെസ്റ്റ് അല്ല. നിങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു എംപ്റ്റി ബോട്ട് എഫക്റ്റ് എന്ന് പറയാം. 10% ഉള്ളൂ ശരിക്കുള്ള ദേഷ്യം. ബാക്കി 90% നിങ്ങൾ വെറുതെ ആരോപിക്കപ്പെടുന്നതാണ്. വേറെ ഒരാൾക്ക് തോന്നുന്ന ഒരു ദേഷ്യം നിങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണം. തല ചൂട് പിടിച്ചിരിക്കുന്ന സമയം അതുകൊണ്ട് ഒന്നും അറിയില്ല. കാര്യം വേറെ ഒരുപാട് കാര്യങ്ങളല്ലേ തലയിൽ ആവശ്യമില്ലാത്ത. എന്തായാലും കൺഗ്രാജുലേഷൻസ്, എന്തായാലും ക്യാപ്റ്റൻസിയിലേക്ക് വന്നല്ലോ. താങ്ക് യു ലാലേട്ടാ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് പരീക്ഷ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അയ്യോ എനിക്കെല്ലാം അറിയായിരുന്നു. ആ സമയമാണ്. അതെ അതെ, അതാണ് ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നത്. ഈ നിമിഷമാണ് നിങ്ങളുടെ ജീവിതം. പുറകിലോട്ടും ഇല്ല, മുമ്പിലോട്ടും ഇല്ല. അപ്പോൾ ആ ഉള്ള സമയം ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ ശ്രമിക്കൂ. ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കും. വെറുതെ എന്തിനാണ് വഴക്ക്? നമുക്ക് നാണക്കേട് തോന്നും പിന്നെ പിൽക്കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ. എല്ലാവരുമായിട്ട് പറയാണ്, ഈ അടുത്ത 2 ആഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫർണസിൻ്റെ അകത്താണ് ഇരിക്കാൻ പോണത്. പ്രഷർ കുക്കറിൻ്റെ അകത്ത് ഇരിക്കുന്ന പോലെയാണ്. സാധാരണ ഈ ബിഗ് ബോസ് ഈ ആഴ്ചകൾ ഇത് ഏതാണ്ട് പകുതിയായി. അതിലേക്കുള്ള